അപ്പോൾ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലേക്കുള്ള യാത്രയാണ്. സംഭവം വഴി തിരുവനന്തപുരം നഗരസഭ ഹരിത സഞ്ചാര കേന്ദ്രം. നമുക്ക് ഇവിടെ സഞ്ചാരി വന്നിരുന്നു, നമുക്ക് ശേഷം ഇവിടെ സഞ്ചാരി എത്തണം. വിനോദസഞ്ചാര കേന്ദ്രം വെച്ച് വൃത്തിയായി സൂക്ഷിക്കുക. അതുമൊക്കെ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലാണ് നമ്മുടെ. ഇതെന്തൊക്കെയാണ്? ഇവിടെ ഒരു എൻട്രൻസ് ഉണ്ട്. എന്താണ് പരിപാടിയെന്ന് ചോദിക്കാം. ആക്കുളം ടൂറിസ്റ്റ് 12D തിയേറ്റർ ഉണ്ട്. ഒറിജിനൽ റേറ്റ് 150, ഓഫർ റേറ്റ് 100 രൂപ. 9778197553 വിളിച്ചാൽ എൻ്റെ പാക്കേജ് അറിയാൻ പറ്റും. ആക്കുളം ടൂറിസ്റ്റ് സ്പെഷ്യൽ ഓഫർ. കേരളത്തിൻ്റെ സ്വന്തം സൗജന്യ വൈഫൈ ഒക്കെ ഉണ്ട്. ഇന്ത്യത്തിൽ നിന്ന് വസ്ത്രങ്ങൾ മാത്രം ടിക്കറ്റ് കൗണ്ടർ ക്യാഷ് ഉള്ളു. എൻട്രി ടിക്കറ്റ് അഡൽട്ട് 40, എൻട്രി ചിൽഡ്രൻ 25 രൂപ. സ്വിമ്മിംഗ് അഡൽട്ട് 120, സ്വിമ്മിംഗ് ചിൽഡ്രൻ 60, എയർഫോഴ്സ് മ്യൂസിയം അഡൽട്ട്സ് 60, എയർഫോഴ്സ് മ്യൂസിയം ചിൽഡ്രൻ 25. സിമുലേറ്റർ 15 മിനിറ്റ്സ് 300. സീരിയൽ ഷൂട്ടിംഗ് ഫുൾ ഡേ 12,000. സീരിയൽ ഷൂട്ടിംഗ് ഹാഫ് ഡേ 6,000. ഫിലിം ഷൂട്ടിംഗ് ഫുൾ ഡേ 36,000. ഫിലിം ഷൂട്ടിംഗ് ഹാഫ് ഡേ 18,000. എൻട്രി ടിക്കറ്റ് സീനിയർ സിറ്റി 25. മ്യൂസിക്കൽ ഫൗണ്ടൻ 100, മ്യൂസിക്കൽ ഫൗണ്ടൻ ചില്ലർ 50. റിസപ്ഷൻ ഹാൾ ഫുൾ ഡേ 21,000. റിസപ്ഷൻ ഹാൾ 3 മണിക്കൂറിന് 11,200. റിസപ്ഷൻ ഹാൾ സ്വിമ്മിംഗ് പൂൾ പ്രിമിസസ് 28,000. മ്യൂസിക്കൽ ഫൗണ്ടൻ 70,000. സ്വിമ്മിംഗ് പൂൾ പാർട്ടി 8,500. ഹാൻഡി ക്യാമ്പ് 250. സ്വിമ്മിംഗ് ക്യാമ്പ് 1 മന്ത് 4,200. സ്വിമ്മിംഗ് ക്യാമ്പ് 2 മന്ത് 5,400. മാരേജ് വീടോ 1000. ആക്കുളം ടൂറിസ്റ്റ് നവീകരിച്ച മതി. സമർപ്പണം 16/12/2018. കടകംപള്ളി സുരേന്ദ്രൻ, ഉഷ ട്രേഡേഴ്സ്. 16/12/2018. റേറ്റ് ഷീറ്റ്. ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ് ആക്കുളം. സിപ്പ് സൈക്കിൾ. സൈക്ലിംഗ് അഡൽട്സ് 10 മിനിറ്റ്. ഒറാക്കിൾ ബോട്ട് കുട്ടവഞ്ചി 15 മിനിറ്റ്. 10 മിനിറ്റിന് 30 രൂപ. കുട്ടവഞ്ചിക്ക് 200 രൂപ. ആക്കുളം ടൂറിസ്റ്റ് ഫിഷ് പെഡിക്യൂറിന് 150 രൂപ. അങ്ങനെ റേറ്റൊക്കെ വ്യക്തമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. 0471351210 വിളിച്ചാൽ ഫുൾ ഡീറ്റെയിൽസ് അറിയാം. ഓഫീസ്, ടിക്ക് ഔട്ട് കൗണ്ടർ, UP ഒള്ളി. ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ് ഫെയർ ചാർട്ട്. എൻട്രി ഫീ 1 hour. സ്വിമ്മിംഗ് പൂൾ 120, ചിൽഡ്രൻ 60. ലേഡീസ് ഷിഫ്റ്റ് ഒള്ളി ഓൺ വെഡ്നസ്ഡേ 9:30 to 10. സ്വിമ്മിംഗ് പൂൾ എൻട്രി ടൈമിങ്സ് ഓൾ ഡേയ്സ് ഇൻക്ലൂഡിംഗ് പബ്ലിക് ഹോളിഡേയ്സ്. ഫസ്റ്റ് ഷിഫ്റ്റ് 7:30, 8:30. സെക്കൻഡ് 9:30, 10:30. തേർഡ് 11:30, 12:30. 4 മണി. നാലാമത്തെ ഷിഫ്റ്റ് 1:30, 2:30. ഫിഫ്ത്ത് ഷിഫ്റ്റ് 3:30, 4:30. സിക്സ്ത് ഷിഫ്റ്റ് 5, 6 മണി. ടിക്കറ്റ് കൗണ്ടർ ക്യാഷ് ഉള്ളി. കൗണ്ടർ കഴിഞ്ഞ് ഇങ്ങനെ കയറുമ്പോൾ ഇവിടെ ടിക്കറ്റ് ചെക്കിംഗ് ഉണ്ട്. അദ്ദേഹം ചെക്ക് ചെയ്യും. പിന്നെ നേരെ കളിക്കോപ്പുകൾ കുട്ടികൾക്ക് മാത്രം. ചവറുകൾ കുട്ടികൾ നിക്ഷേപിക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്തുള്ള വിശേഷങ്ങൾ. ആക്കുളം പിള്ളേർക്ക് കളിക്കാനുള്ള എല്ലാ സംവിധാനവും ഇതിൻ്റെ അകത്തുണ്ട്. നമ്മളെ കുട്ടി ട്രെയിൻ കിടപ്പുണ്ട്. ഇതിൻ്റെ ചാർജ് എത്രയാണ്? 50 രൂപ. അപ്പോൾ 50 രൂപയാണ് ട്രെയിനിൻ്റെ ചാർജ്. ഇതിനകത്ത് സംഗതി കൊള്ളാം. പിള്ളേരുമായിട്ട് വന്നാൽ അവർക്ക് അടിച്ചു പൊളിക്കാം. അവർക്ക് പിള്ളേർക്ക് വേണ്ടിയുള്ള എല്ലാ സെറ്റപ്പും ഇതിനകത്തുണ്ട്.
ആക്കുളം വില്ലേജിൽ വരുന്ന അതിഥികൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 99 61 04 18 69. ഒരു മിൽമ കൗണ്ടറുണ്ട്. അത് കിഡ്സ് ഉള്ളി പരിപാടി. 12 വയസ്സിന് താഴെ ഉള്ള കുട്ടികൾക്കാണ് ഈ ഗെയിം. क्या पड़ा? Directorate of Sports and Youth Affairs, Sports Kerala Foundation. Welcome to Activities Zone. ആക്ടിവിറ്റി സോണിലാണ് അടുത്ത യാത്ര. ഓൻ പടക്കത്തില്ല. പിന്നെ പടികളുടെ ഒരു സംഭവമാണ്. പടി എണ്ണാനുള്ള ആരോഗ്യമില്ല. സാധാരണ നമ്മൾ കൃത്യമായിട്ട് പടി എണ്ണുന്ന ഒരു സ്വഭാവക്കാരനാണ്. ഇന്നത്തെ കാലാവസ്ഥയിൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. എണ്ണി തീർക്കാനൊരു മടിയുണ്ട്. പയ്യ തളമിച്ച്. നേരത്തെ വേറെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ ടയേർഡായിപ്പോയി. അപ്പോൾ നമ്മൾ പടിയിലൊക്കെ കയറി ഏതാണ്ട് കറങ്ങി തിരിഞ്ഞ് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് നിൽക്കാം. ഫിഷ് പിടിക്കൂർ. ഇത് 18-ാം വഴിയില്ല, അതിൽ കൂടുതലുണ്ടല്ലോ സംഗതി. അയ്യോ, ഓ, സോഫ്റ്റ് പ്ലേ. ടിക്കറ്റ് 80 രൂപ. ചുരുക്കി പറഞ്ഞ സംഭവം ഗംഭീരമായിട്ടുണ്ട്. നേരത്തെ അപ്പുറത്തെ അതിനെ കുറ്റം പറഞ്ഞെങ്കിലും ഇത് സംഗതി കൊള്ളാം. മാന്തളിക്കൊരു സല്യൂട്ട്. അത്യാവശ്യം ഇവർക്ക് എൻജോയ് പറ്റുന്ന എല്ലാ സെറ്റപ്പുകളും ഉണ്ട്. ഒട്ടും മോശമല്ല. പക്ഷേ പോക്കറ്റിൽ കീശയിരുന്നത് കാശുമായിട്ട് വരണം എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഗെയിമിംഗ് സോണ്, സിനിമാ തിയേറ്റർ, 12D സെറ്റപ്പാണ് അവിടെ. പിന്നെ അതെൻ്റെ പിള്ളേർക്ക് ഓടിച്ച് കളിക്കാനുള്ള ടോയ് കാസൊക്കെ ഉണ്ട് ഇവിടെ. അതെല്ലാം കൊള്ളാം, സെറ്റപ്പ് കൊള്ളാം, നഷ്ടമൊന്നുമില്ല. നേരത്തെ പറഞ്ഞില്ല, കാശുമായിട്ട് വന്നാൽ മതി. ആ കാണുന്നതൊക്കെ ലുലുവിൻ്റെ അപ്പുറത്തുള്ള സ്ഥലങ്ങളാണ്. നമ്മുടെ ഹൈവേ ബൈപ്പാസ് കഴക്കൂട്ടം. ഷൂട്ടിംഗ് റേഞ്ച്, വെടിവെച്ച് പഠിക്കാം. നമ്മളെ പരിപാടി തോക്കൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ ടോയ്ലറ്റ് വേണ്ട സെറ്റപ്പ്. അവിടെ ഒരു പിരമിഡ് പോലൊരു സാധനം. എന്നാലും കാണാൻ കുറച്ച് ഒരു വഴി ഇങ്ങനെ കയറി എൻ്റെ ഭംഗിയൊന്ന് ആസ്വദിച്ചാലോ. അത് നമ്മളെ മെയിൻ റോഡ്. എയർഫോഴ്സ് മ്യൂസിയമാണ്. അത് അപ്പുറക്കാണ് എയർഫോഴ്സ് മ്യൂസിയമാണത്. അത് നമ്മുടെ എൻ്റെ അപ്പുറത്തെ റോഡ്, നമ്മുടെ മന്ന റോഡ്. അതാണ് ആ കാണുന്ന മന്ന റോഡ്. അപ്പുറത്തെ ബൈപ്പാസ്. ഈ കുളം കഴിഞ്ഞപ്പുറം, ആ കുളം കഴിഞ്ഞപ്പുറം നമ്മുടെ ബൈപ്പാസ്. ഇതാണ് കണ്ണാടിപ്പാലം.
അപ്പോൾ കണ്ണാടി പാലത്തിന് എൻട്രൻസിൽ വലിയ ആൾക്കാർക്ക് 200, പിള്ളേർക്ക് 150 രൂപയാണ് ഫീസ്. സേഫ്റ്റി ഇൻസ്ട്രക്ഷൻ ആക്കുള്ള ഗ്ലാസ് ബ്രിഡ്ജ് സിസ്റ്റേഴ്സൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നിർദ്ദേശിച്ചിരിക്കുന്ന പാതയിൽ മാത്രം നിൽക്കുക, റെയിലുകളിൽ ചാടുകയോ ചെയ്യരുത്, കുട്ടികളെ ശ്രദ്ധിക്കുക, കുട്ടികളെ കൈപിടിച്ച് നടക്കുക, കാലാവസ്ഥ പരിശോധിക്കുക, കൊടുമഴ, മിന്നൽ അല്ലെങ്കിൽ ശക്തമായ കാറ്റുള്ളപ്പോൾ പാലത്തിൽ കയറരുത്, സ്റ്റാഫ് നിർദ്ദേശങ്ങൾ പാലിക്കുക, പാദരക്ഷകൾ ധരിക്കരുത്, ദയവായി പാദരക്ഷകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക, നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ പാദരക്ഷകൾ നിയുക്ത സ്ഥലത്ത് സൂക്ഷിക്കുക, നിർദ്ദേശിക്കുന്ന അതിഥി പരിധിയിൽ പാലിക്കുക, ഒരേ സമയം 20 അതിഥികൾ മാത്രം പാൽ തിരഞ്ഞെടുത്തിരിക്കുന്നു, അപകട സാധ്യത അറിയിക്കുക, വിള്ളലുകൾ, ചോർച്ചകൾ അല്ലെങ്കിൽ ആരുടെയെങ്കിലും സുരക്ഷിതമല്ലാത്ത പെരുമാറ്റമെന്നോ ശ്രദ്ധയപ്പെട്ടാൽ ഉടൻ തന്നെ ജീവനക്കാരെ അറിയിക്കുക. ചാടുകയോ ഓടുകയോ അരികിൽ ചാരി നിൽക്കുകയോ ചെയ്യരുത്. താഴെ വീഴുകയോ ഇടറി വീഴുകയോ ചെയ്യാൻ സാധ്യതയുള്ള ബാഗുകൾ, ട്രൈപോഡുകൾ അല്ലെങ്കിൽ അയഞ്ഞ വസ്തുക്കൾ എന്നിവ പാടില്ല. കത്തിപിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ കർശനമായി നിർദ്ദേശിക്കുന്നു. ഉപരിതലത്തിന് കേടുപാട് വരുത്താൻ സാധ്യതയുള്ള പ്രവൃത്തികൾ ഒഴിവാക്കുക. സാറിനുള്ള ജീവനക്കാരുടെ നിർദ്ദേശം ലഭിച്ച ഉടൻ എക്സിറ്റിലേക്ക് നടക്കുക. അടിയന്തര നടപടികൾ 108 വിളിക്കുക. അലാറം കേട്ടാൽ അടുത്തുള്ള എക്സിറ്റിലേക്ക് ശാന്തമായി നടക്കുക. ഫോട്ടോകൾ, വീഡിയോകൾ എടുക്കാൻ നിൽക്കരുത്. കടുത്ത കാലാവസ്ഥ പാലപ്രവേശന എക്സിറ്റ് പോയിന്റുകളിലെ ഷട്ടറിലേക്ക് പോവുക. അയിലവാക്കുളം പാദരക്ഷകൾ അനുവദിക്കുന്നതല്ല, നോട്ട് അലൗഡ്. അപ്പോൾ ഇവിടെ അത് ഊരി വയ്ക്കണമെന്നർത്ഥം. എൻട്രൻസ് ഇവിടെ കണ്ട ചെരുപ്പൊക്കെ ഊരി വെച്ചിട്ട് അതൊക്കെ നടക്കണമെന്നാണ് അർത്ഥം. എന്താ അപ്പോൾ നമ്മൾ കണ്ണാടി പാലത്തിലേക്കുള്ള സഞ്ചാരത്തിലാണ്. ഇതാ ആദ്യത്തെ കാല് വയ്ക്കുന്നു. ഇനി നമ്മൾ പതുക്കെ നടക്കുന്നു. എത്ര പാളി ഉണ്ടെന്ന് നോക്കിയാലോ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44. ശരിക്കും താഴോട്ട് നോക്കി പിള്ളേരൊക്കെ പേടിച്ചു ആദ്യമായിട്ടാണെങ്കിലും. ഇതാണ് ഇവിടുത്തെ ഭംഗി. അപ്പോൾ നമ്മൾ കണ്ണാടി പാലത്തിൻ്റെ മുകളിൽ കയറിയുള്ള ചിത്രീകരണമാണ്. ഇന്ന് ഓസല്ല, പൈസ കൊടുക്കണം കേട്ടോ. അപ്പോൾ എയർഫോഴ്സ് മ്യൂസിയത്തിൻ്റെ താഴെ കാണാൻ എയർഫോഴ്സ് ഇട്ടിട്ടുണ്ട്. അങ്ങനെയാണ് കഥ. ഇവിടെ ഏതാണ്ട് ന്യൂ ഇയറിൻ്റെ സെറ്റപ്പൊക്കെ ആയിരുന്നല്ലോ. ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് സംഗതി. അതിനെ കൊള്ളാം. തിരിച്ചു പിടിക്കാം. ഒരു സൈഡ് നോക്കി ഇത് എങ്ങനെ താഴെ പോയാൽ വിധിയാണ്. ഇത് കണ്ണാടി പാലത്തിന് മുകളിലുള്ള വലയ സൈഡിലെ വ്യൂ ആണ്. ഇടേ സൈഡിലെ വ്യൂ ഇതാണ്. ഇടേ സൈഡ് നമ്മൾ നേരത്തെ കണ്ടതാണ് ഈ എയർഫോഴ്സ് മ്യൂസിയം, മാവള്ളോസ് കാര്യം. ഓക്കെ, അപ്പോൾ നമുക്ക് പതുക്കെ കണ്ണാടി പാലം പതുക്കെ ഒന്നുകൂടെ നടക്കാം. പാലം എണ്ണി അറിയാലോ, 36 അല്ലേ, 36, 35. എൻ്റെ കണക്ക് തെറ്റി. താഴോട്ട് നോക്കിയാൽ പണിയാണേ. സത്യം പറഞ്ഞാൽ എനിക്ക് താഴോട്ട് നോക്കാനുള്ള ധൈര്യമില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ മൊബൈൽ ഇങ്ങനെ താത്തി പിടിച്ചിട്ടുണ്ട്. ചിലപ്പോഴേ നമുക്കൊരു ഒരു ഒരു ചെറിയ പേടി തോന്നിയാലോ. എനിക്കൊരു ചെറിയ പേടി ഉള്ളതുകൊണ്ട് ആക്ച്വലി ഞാൻ നോക്കുന്നില്ല. ഞാനിങ്ങനെ മൊബൈലിങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞാനെടുത്ത് നോക്കിക്കോളാം. ഫസ്റ്റ് ടൈമാണ് ഞാൻ ആക്ച്വലി കണ്ടത്. തിരുവനന്തപുരത്തുകാരനാണെങ്കിലും ഇത് നേരത്തെ ഇത് വിവാദമൊക്കെ പൊട്ടിയ സമയത്തൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ ഒരു കൗതുകം നോക്കി ഇറങ്ങിയതാണ്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ധൈര്യമായിട്ട് നോക്കാം. കണ്ട, ഇതാണ് സംഗതി. കുറേ ദിവസത്തെ ആഗ്രഹമാണ് ഈ സംഗതി. ഇതിൻ്റെ അകത്ത് വരണം, ഇതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യണം. പിള്ളേരെയും കൊണ്ട് വരേണ്ടതാണ്. ഇത് കാണുമ്പോൾ പിള്ളേർ ഉണ്ടാക്കിക്കോളും, അത് വേറെ ആയിരിക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അപ്പോൾ ഇതാണ് എക്സിറ്റ്. അപ്പോൾ ഇതിപ്പോൾ ഈ വീഡിയോ എന്തായാലും വൈകിട്ട് പിള്ളേർ കാണും. അപ്പോൾ അവർക്ക് കുശാലായി. അവർക്ക് ഉടനെ അവരെ ഇതുവരെ കൊണ്ടുവന്ന് പാലത്തിലേക്ക് കയറ്റിച്ചില്ലെങ്കിൽ എൻ്റെ കാര്യം അതോ കടി തതയുക. അപ്പോൾ ഏതാണ്ട് ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് നമുക്ക് പതുക്കെ
ഇറങ്ങി സ്ഥലം കാലിയാക്കാം. ഓക്കെ, കാരണം ഒരു കുസൃതി ഇങ്ങനെ അപ്പോൾ നമ്മൾ ഇനി ഈ ചുറ്റുപാട് കറങ്ങി അതൊക്കെ താഴോട്ടിറങ്ങുന്നതാണ് ബുദ്ധി. നടന്ന് തീർക്കാൻ കുറേ സ്ഥലമുണ്ട് കേട്ടോ. അത്യാവശ്യം പിള്ളേരെയും കൊണ്ട് നടക്കാനിറങ്ങിയാൽ ദുർമേധസ് കുറയും. പിന്നെ ഒരു കാടിൻ്റെ ഫീലിംഗ് ഒക്കെ ഉണ്ട്. അല്ലേ, നമ്മളീ പൊന്മുടി അല്ലെങ്കിൽ ഫോറസ്റ്റ് ഏരിയകളിലൊക്കെ പോകുമ്പോൾ ആ ഒരു സൈഡിലെ ഒരു ഫീലുണ്ട്. ശരിക്കും നല്ല ലുക്കുണ്ട്. നമ്മൾ വന്നപ്പോൾ ആ പടി കയറി വന്നു. ഇപ്പോൾ താഴോട്ടിറങ്ങിയപ്പം ഈ സ്ലോപ്പ് വഴി ഇറങ്ങിയാൽ അത്രയും കാഴ്ചകളോട് കിട്ടുമല്ലോ. അപ്പോൾ അത് ഉദ്ദേശിച്ചാണ് അവിടെ തിരിച്ചങ്ങനെ പിടിക്കാണ്ട് ഇങ്ങനെ പിടിച്ചത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇറങ്ങി അവിടെ നമ്മൾ നേരത്തെ ആദ്യം കണ്ട എൻട്രൻസിൻ്റെ പാർക്കില്ലേ പിള്ളേരുടെ, അവിടെ ചെന്ന് പിടിക്കാം എന്നാണ് എൻ്റെ ഉദ്ദേശം. സോറി, എന്താണ് കറക്റ്റ് വഴി തെറ്റിയില്ല. പിന്നെ അവിടെ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട്, എക്സ്റ്റൻഷൻ പരിപാടിയെല്ലാം അവിടെ നടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇതുവഴി കയറി വന്ന വഴി തിരിച്ചു വിടാം. അപ്പോൾ നഷ്ടമില്ല കേട്ടോ, തെറ്റില്ല. നമ്മൾ ഇങ്ങനെ ഇറങ്ങി കാഴ്ചപ്പെടുത്തി അങ്ങനെ പോവാം. നമ്മൾ ആ വലതുവശം അതുവഴിയാണ് കയറി അങ്ങ് മുകളിൽ കയറി പോയത്. ഇവിടുത്തെ ഈ കാഴ്ച ഇങ്ങനെ, അവിടെ തൊട്ടടുത്ത് ടോയ്ലറ്റ് ഉണ്ട്. പിന്നെ അതുണ്ട്, ഇതൊക്കെ നേരത്തെ വന്നപ്പോൾ നമ്മൾ പകർത്തിയ കാഴ്ചയാണ്. ഇങ്ങനെ ഇതിൻ്റെ വഴി ഇറങ്ങി ഊഞ്ഞാലും കഴിഞ്ഞ് നമ്മളിതാ സംഗതി ഇറങ്ങി തിരിച്ചിവിടെ എത്തി. അവിടെ പന അല്ല, അത് ഡ്യൂപ്ലിക്കേറ്റ് പന. അവിടെ നമ്മൾ കയറിയതാണ് ആർച്ചിൻ്റെ അവിടെയാണ് ആക്ടിവിറ്റി കൗണ്ടറിൽ മറ്റേ അവിടെ കയറിപ്പോയത്. ഇവിടെ കണ്ണാടി പാലത്തിൻ്റെ എൻട്രൻസ് അതുവഴിയാണ്. അപ്പോൾ എന്തായാലും ആളുകളൊക്കെ വന്ന് സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. പിള്ളേരെല്ലാം കളി തുടങ്ങി. സമയം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 5:30. നമ്മൾ തിരിച്ചു പോകാനുള്ള പുറപ്പാടിലാണ്. തേനീച്ച കൂടുകളുടെ കുറേ പരിപാടിയെല്ലാം അങ്ങനെ കൗതുകരമായി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ഇങ്ങനെ നമ്മൾ കറങ്ങിത്തിരിഞ്ഞ് ആദ്യം നമ്മൾ ട്രെയിനിൻ്റെ അടുത്തല്ലേ വന്നത്. ആ ട്രെയിനിൻ്റെ അടുത്ത് അവിടെ നിന്നല്ലേ വന്നു. നമുക്ക് തിരിച്ച് ഇടത്തോട് പിടിക്കാം. ഇങ്ങനെ ഇടത്തോട് ഇറങ്ങി എന്താ പിള്ളേരെ കൗതുകം കണ്ട് നമ്മളിതാ തിരിച്ച് ബൈ പറയുന്നു. നമ്മൾ കയറി എൻട്രൻസിൻ്റെ അവിടെ നിന്ന് പുറത്തേക്കുള്ള യാത്ര. ഇവിടെ നിന്നാണ് മറ്റേ അപ്പച്ചൻ്റെ നമ്മൾ ടിക്കറ്റ് കൊടുത്ത് താങ്ക് യു. അപ്പോൾ നമ്മളിതാ വിട്ടു. ഓഫീസ് ടൈം അവരോട് ഇരിക്കൊണ്ടാകും പോവാം. അപ്പോൾ ഇത് ടിക്കറ്റ് കൊണ്ട് മറക്കണ്ട, കഴിഞ്ഞ പരിപാടി. അപ്പോൾ നമ്മളിതാ ആക്കുളം കവർ ചെയ്ത് എവിടെ നിന്നാണോ ഒക്കെ അറിയത് അതേ തുടക്കത്തിൽ നിന്ന് തുടക്കത്തിലേക്ക് തന്നെ ഈ പറഞ്ഞ പോലെ നിത്യത മുതൽ നിത്യത വരെ എന്ന് പറഞ്ഞ പോലെ നമ്മളിതാ എത്തിക്കഴിഞ്ഞു. ഇടത്തോട്ട് പിടിച്ചാൽ നേരെ എവിടെ കൊത്തും ഉള്ളൂർ, വലത്തോട്ട് പിടിച്ചാൽ നേരെ നമ്മുടെ ബൈപ്പാസ്. അപ്പോൾ നമ്മുടെ സുഹൃത്ത് അവിടെ ക്ഷമയോടെ കാത്തിരിക്കുന്നു. പുള്ളിക്ക് നടക്കാൻ വിളിച്ചിട്ട് വന്നില്ല. അപ്പോൾ ആ ഒരു പരിഭവമുണ്ട്. അപ്പോൾ നമ്മുടെ യാത്ര അങ്ങനെ ഇവിടെ അവസാനിക്കുന്നു.